ഗ്രാം അളവുള്ള ഒരു ഗ്ലാസ്സിൽ ശർക്കര ഇതുപോലെ അങ്ങ് കുത്തി പൊട്ടിച്ച് അത് ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് അങ്ങ് ഒരു പാനിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അതേ ഗ്ലാസ് കൊണ്ട് അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അതും കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഈ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ. ഇവിടെ ഇതാ ശർക്കരയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് അലിഞ്ഞങ്ങ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇത് ശർക്കര നന്നായിട്ടൊന്ന് പാവായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പാവ് എന്ന് പറയുന്നത് 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതിൻ്റെ ശർക്കരനെ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ നമുക്കിതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിനെ കൈ കൊണ്ട് ഇതുപോലെ അങ്ങ് എടുക്കാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഉരുണ്ടിട്ട് നല്ല ഒരു ചോക്ലേറ്റ് പോലെ തന്നെ അതിങ്ങനെ ഉരുണ്ട് വരും കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവം വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊരി ചേർത്ത് കൊടുക്കാം. ഇനി തന്നെ അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് നല്ല ചൂടിൽ തന്നെ നമുക്ക് ഇതിലേക്ക് പൊരി ചേർത്ത് കൊടുക്കാം. ഒരു പാത്രം നിറയെ പൊരി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 കപ്പൊക്കെ വരും കേട്ടോ ഈ ഒരു പാത്രത്തിൽ പൊരിൻ്റെ അളവ്. ഇനി നമുക്ക് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ചൂടോടെ തന്നെയാണ് നമ്മളിത് മിക്സാക്കി കൊടുക്കേണ്ടത്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാനിത് ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. കയ്യിലൊക്കെ തെറിക്കാതെ നോക്കുക, ശർക്കര പാനിയല്ലേ. അങ്ങനെ ഇതാ ശർക്കരയും പൊരിയൊക്കെ നല്ലപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം പെട്ടെന്ന് തന്നെ ഇത് ഉരുട്ടിയെടുക്കണം കേട്ടോ. പൊരി ഉണ്ട ആക്കിയെടുക്കണം. കയ്യിൽ കുറച്ച് വെള്ളമൊക്കെ നനച്ചിട്ട് ഇതുപോലെ അങ്ങ് പതുക്കെ ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. അത് തന്നെ അങ്ങ് ഉരുണ്ട് വന്നോളും. പൊരി ഉണ്ട ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമായിരുന്നു എന്ന് നമ്മൾ തന്നെ അതിശയിച്ച് പോകും. അത്രയും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇതൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ.